ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം വലിപ്പമുള്ള ചെമ്മീൻ കിട്ടിയപ്പോൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞ് തന്നത് എൻ്റെ ഇക്കയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്തു തരാറുണ്ട് കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെമ്മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് റെഡിയാക്കുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ്. ചെമ്മീൻ ഓയിലിൽ പൊരിച്ചെടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ പച്ചമസാലയൊക്കെ റെഡിയാക്കിയെടുത്താലും ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ മുരിഞ്ഞ് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പച്ചമസാല റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിടി ചുവന്നുള്ളിയും ഒരു കൂട് വെളുത്തുള്ളിയും പിന്നെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് 10 എടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുമ്പോൾ എരിവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചെടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ്. ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വാട്ടിയെടുക്കുന്നത്. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. നേരിയതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. അപ്പോൾ ഈ പച്ചമസാലയൊക്കെ വാടി വരുന്ന സമയം കൊണ്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കശുവണ്ടിയും മുന്തിരിയും ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുരിഞ്ഞ് വന്നത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3/4 കിലോ അരിയാണ് എടുക്കുന്നത്. 1 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ജീരകവും കറിയാമ്പും ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ആവശ്യമുള്ളത്. അത് രണ്ടും ഞാനിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പച്ചമസാലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിമസാലപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചീരയും പുതിനയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ തക്കാളിയും ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരാനും ഒക്കെ കൂടി ആയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് മൂടി വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മളുടെ ഈ ചെമ്മീൻ മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയും ചോറും ഒരുമിച്ച് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് അടി പിടിക്കാതിരിക്കാൻ മാത്രം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കറിൽ വിസിൽ വന്നു.
വിസിൽ വന്ന ഉടനെ അതൊന്ന് പൊക്കി കൊടുക്കണം, അതിൻ്റെ ഫുൾ ആവി കളയാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. ഇവിടെ മസാലയും വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കണം. ആദ്യം പകുതി ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചീരയും പിന്നെ കശുവണ്ടിയും മുന്തിരിയും മൊരിയിച്ചെടുത്തില്ലേ നമ്മൾ, അതും കൂടി ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ കുറച്ച് മല്ലിച്ചീരയും ഇട്ട് കൊടുക്കുക, പിന്നെ കശുവണ്ടിയും മുന്തിരിയും മൊരിയിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് 5-6 മിനിറ്റ് ഒന്ന് ദമ്മിലിട്ട് വെക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഞാനിത് മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടായിട്ട് വിളമ്പിയെടുക്കുകയും ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നതുവരെ ബൈ.